PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോഓപ്പറേറ്റീവ് ലോയിൽ നിന്നും കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻസ് ആണ്. കേരള സഹകരണ നിയമത്തിന് 16 ചാപ്റ്ററുകളിലായിട്ട് 110 സെക്ഷൻസ് ആണുള്ളത്. ഇതാണ് നമ്മളിന്ന് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. KCS ആക്ടിന് 16 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് പ്രിലിമിനറി. പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ 1ഉം 2ഉം സെക്ഷൻസ് ആണ് ഉൾപ്പെടുന്നത്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. KCS ആക്ടിൻ്റെ സെക്ഷൻ 1 എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് ആണ്. ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, എക്സ്റ്റെൻഡ് എൻ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള. കമൻസ്മെൻറ്റ് ഈ ആക്ട് നിലവിൽ വന്നത് 1969 മെയ് 15-നാണ്. KCS റൂൾസ് നിലവിൽ വന്നത് 1969 ജൂലൈ 14-നാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ്റെ ഹെഡിങ് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. അടുത്തത് സെക്ഷൻ 2 ആണ്, ഡെഫിനിഷൻസ്. എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻസ് പറയുന്നത് സെക്ഷൻ 2-വിലാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ A അപ്പെക്സ് സൊസൈറ്റി, സെക്ഷൻ 2 സബ്സെക്ഷൻ AA അസിസ്റ്റഡ് സൊസൈറ്റി, സെക്ഷൻ 2 സബ്സെക്ഷൻ AB ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സെക്ഷൻ 2 സബ്സെക്ഷൻ B ബൈലോ. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻസ് ആണ് സെക്ഷൻ 2-വിൽ പറയുന്നത്. സെക്ഷൻ 2 മാത്രമായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. അടുത്തത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രേഷനാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. 3 മുതൽ 15 വരെയുള്ള സെക്ഷൻസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് രജിസ്ട്രാർ ആണ്. രജിസ്ട്രാറെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 3-ലാണ്. രജിസ്ട്രാറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. 3.2-ൽ പറയുന്നു രജിസ്ട്രാറായി അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന ആൾ അൻ ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്ന് പറയുന്നത് സെക്ഷൻ 3.2-ലാണ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി ആരാണ് ചോദിച്ചാൽ ഉത്തരം രജിസ്ട്രാർ ആണ്. രജിസ്ട്രാറെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3. സെക്ഷൻ 4 ഒബ്ജക്റ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. സെക്ഷൻ 4-ലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ്. സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊമോഷൻ ഓഫ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ്. അപ്പം സെക്ഷൻ 4-ൽ പറയുന്നത് സൊസൈറ്റീസിൻ്റെ ഒബ്ജക്റ്റാണ്. സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. സെക്ഷൻ 5-ൽ പറയുന്നത് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ് ലയബിലിറ്റിയിലായിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത്. 5.1-ൽ ലിമിറ്റഡ് ലയബിലിറ്റിയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു. 5.2-ൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൻ്റെ കൂടെ ലിമിറ്റഡ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ളൊരു വാക്ക് കൂട്ടിച്ചേർക്കണമെന്നും പറയുന്നു. അപ്പം സെക്ഷൻ 5 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 6-ൽ പറയുന്നത്. മിനിമം 25 ആൾക്കാർ വേണം. അവർ ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്നുള്ളവരായിരിക്കും. ഫോം നമ്പർ 1-ലാണ് രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. പ്രൊപ്പോസ്ഡ് ഓർ ഡ്രാഫ്റ്റ് ബൈലോയുടെ 3 കോപ്പിയും ആപ്ലിക്കേഷന് 2 കോപ്പിയും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ കൂടിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് സെക്ഷൻ 6-ലാണ്. സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്തത് സെക്ഷൻ 7-ആണ്, രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് സെക്ഷൻ 7-ൽ പറയുന്നത്. രജിസ്ട്രാറാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്.
ഒരു രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ അത് 60 ദിവസത്തിനുള്ളിലാണ് ആപ്ലിക്കേഷന്മേൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇനി റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അത് കൺസേൺ സൊസൈറ്റിയെ അറിയിക്കുകയും വേണം. ഈ ആപ്ലിക്കൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് ഈ റിഫ്യൂസലിനെതിരെ 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാം. അപ്പം രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളാണ് സെക്ഷൻ 7 പറയുന്നത്. 60 ദിവസത്തിനുള്ളിലാണ് രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ അതിന്മേൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. അത് സെക്ഷൻ 7 സബ്സെക്ഷൻ 3 പറയുന്നത്. അപ്പം സെക്ഷൻ 7 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ. അടുത്തത് സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ സീലോടും സിഗ്നേച്ചറോടും കൂടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 3 തിരിച്ചെടുക്കാനാവാത്ത വിധം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 3A. അടുത്തത് സെക്ഷൻ 8A അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. പ്രൈമറി സൊസൈറ്റീസ് സെൻട്രൽ സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റീസ് അപ്പെക്സ് സൊസൈറ്റിയിലും അഫിലിയേറ്റ് ചെയ്യണം. അഫിലിയേഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 8A. ഒരു അഫിലിയേഷൻ്റെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിലാണ് അതിന്മേൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 8A(2) അടുത്തത് സെക്ഷൻ 9 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോപ്പറേറ്റ്. അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ സൊസൈറ്റീസ് ഒരു ബോഡി കോർപ്പറേറ്റായി മാറും. അതാണ് സെക്ഷൻ 9 പറയുന്നത്. 9A പബ്ലിക്കേഷൻ ഓഫ് നെയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം സെക്ഷൻ 9A പറയുന്നത് പബ്ലിക്കേഷൻ ഓഫ് നെയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബൈലോ അമെൻഡ് ചെയ്യണം. അപ്പോൾ പേര് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് സെക്ഷൻ 10 പറയുന്നത്, ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. സെക്ഷൻ 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 11 പറയുന്നത്. ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിനും ബൈലോ അമെൻമെൻറ്റിലൂടെയാണ് ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നത്. അതിന് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാവുകയും വേണം. അപ്പം ലയബിലിറ്റി ചേഞ്ച് ആവുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 11. സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ബൈലോ അമെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് സെക്ഷൻ 12 പറയുന്നത്. ഒരു ബൈലോ അമെൻഡ് ചെയ്താൽ അത് രജിസ്റ്റർ ചെയ്യണം, എന്നാൽ മാത്രമേ വാലിഡ് ആവുന്നുള്ളൂ. ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാവുകയും വേണം. അതായത് 2/3 ആൾക്കാർ പ്രസൻ്റ് ആവുകയും വോട്ട് ചെയ്യുകയും വേണം. ഈ ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ സെക്രട്ടറിയും 2 കമ്മിറ്റി മെമ്പേഴ്സുമാണ്. സെക്രട്ടറിയും 2 കമ്മിറ്റി മെമ്പേഴ്സുമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈലോയിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 12. അടുത്തത് സെക്ഷൻ 13 വെൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് കം ഇൻ ടു ഫോഴ്സ്. ഈ അമെൻഡ് ചെയ്ത ബൈലോ എപ്പോഴാണ് നിലവിൽ വരുന്നത്? അത് രജിസ്റ്റർ ചെയ്ത ഡേറ്റ് മുതലാണ്. അതാണ് സെക്ഷൻ 13 പറയുന്നത്. സെക്ഷൻ 13A സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ്. ബൈലോസിൻ്റെ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 13A. സെക്ഷൻ 14 അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. സെക്ഷൻ 14 പറയുന്നത് അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. സെക്ഷൻ 14A പറയുന്നത് പ്രൊവിഷൻ റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസാണ് സെക്ഷൻ 14A പറയുന്നത്. സെക്ഷൻ 14AA പറയുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ. സെക്ഷൻ 14AA ഡീൽസ് വിത്ത് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 14B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സൊസൈറ്റീസിൻ്റെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 14B.
അടുത്തത് സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസസ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആക്കപ്പെടുന്ന ചില കേസുകളാണ് സെക്ഷൻ 15 പറയുന്നത്. അതായത് ഒരു സൊസൈറ്റിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഫുള്ളായിട്ട് മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലാകും. അതുപോലെ രണ്ടോ അതിൽ കൂടുതലോ സൊസൈറ്റീസ് അമാൽഗമേറ്റ് ചെയ്ത് ഒരു പുതിയൊരു സൊസൈറ്റിയായി മാറിയാൽ അമാൽഗമേറ്റ് ചെയ്യപ്പെട്ട സൊസൈറ്റീസിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും. അതുപോലെ തന്നെയാണ് ഡിവിഷൻ്റെ കേസിലും ഡിവൈഡ് ചെയ്ത സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലാവുന്നു. ഈ 3 കേസിലും വേണ്ട മെജോറിറ്റി സിമ്പിൾ മെജോറിറ്റിയാണ്. നേരത്തെ 2/3 മെജോറിറ്റി ആയിരുന്നു. അമെൻമെൻറ്റ് പ്രകാരമാണ് ഇത് സിമ്പിൾ മെജോറിറ്റിയാക്കി മാറ്റിയത്. അപ്പം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലാവുന്ന സാഹചര്യങ്ങളാണ് സെക്ഷൻ 15 പറയുന്നത്. അടുത്തത് ചാപ്റ്റർ 3 ആണ്. മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ചാപ്റ്റർ 3 പറയുന്നത് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. സെക്ഷൻ 16 മുതൽ 26 വരെയുള്ള സെക്ഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നത് സെക്ഷൻ 16 മുതൽ 26 വരെയാണ്. സെക്ഷൻ 16 പറയുന്നത് ഹൂ ക്യാൻ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആർക്കൊക്കെ മെമ്പർ ആവാം എന്ന് പറയുന്നത് സെക്ഷൻ 16 ഇൻഡിവിജ്വലിന്, മറ്റ് സൊസൈറ്റികൾക്ക്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് എനിബഡി എസ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ്, ഇവർക്കൊക്കെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാവാം. സൊസൈറ്റിയിൽ അംഗമാവണമെങ്കിൽ മിനിമം 18 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഇൻസോൾവെൻ്റ് ആവരുത്. എക്സ്പെൽ ചെയ്ത ആളാണെങ്കിൽ 1 വർഷം കഴിയണം. സർചാർജിന് വിധേയനാക്കപ്പെട്ട ആളാണെങ്കിൽ 3 വർഷം കഴിയണം. സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ സ്വന്തമായി ഭൂമിയുള്ളതോ അല്ലെങ്കിൽ സ്ഥിരതാമസമുള്ള ആളോ ആയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 16 പറയുന്നത്. സെക്ഷൻ 16 പറയുന്നു ഹൂ ക്യാൻ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത സെക്ഷൻ 17 എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാവണം. ജനറൽ ബോഡി മീറ്റിങ്ങിന് 15 ദിവസം മുമ്പുള്ള നോട്ടീസ് കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 17 പറയുന്നത്. സെക്ഷൻ 17 ഡീൽസ് വിത്ത് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. അടുത്ത സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. നോമിനൽ മെമ്പറിനെയാണ് അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത്. ഏതൊരു ഇൻഡിവിജ്വലിനും നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ ആവാൻ കഴിയും. ഈ മെമ്പർക്ക് ഇലക്ഷന് നിൽക്കാൻ കഴിയില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല, അതുപോലെ സൊസൈറ്റിയുടെ പ്രോഫിറ്റിലൊന്നും ഒരു അധികാരവും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 18 പറയുന്നത്. സെക്ഷൻ 18 ഡീൽസ് വിത്ത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. സെക്ഷൻ 19 പറയുന്നത് മെമ്പർ നോട്ട് ടു എക്സസൈസ് റൈറ്റ്സ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് മെയ്ഡ്. മെമ്പർ കൊടുക്കാനുള്ള ചില എക്സ്പെൻസസുകളുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ് തുടങ്ങിയവ. ഇതൊക്കെ കൊടുത്താൽ മാത്രമേ മെമ്പർക്ക് മെമ്പറുടെ അവകാശങ്ങൾ കിട്ടുകയുള്ളൂ. ഇതാണ് സെക്ഷൻ 19 പറയുന്നത്. സെക്ഷൻ 19 ഡീൽസ് വിത്ത് മെമ്പർ നോട്ട് ടു എക്സസൈസ് റൈറ്റ്സ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് മെയ്ഡ്. സെക്ഷൻ 19B പറയുന്നത് മെമ്പേഴ്സ് റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. സെക്ഷൻ 19B പറയുന്നത് മെമ്പേഴ്സ് റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. സൊസൈറ്റിയുടെ രജിസ്റ്റേർഡ് അഡ്രസ്സുള്ള ഓഫീസിൽ എല്ലാ റെക്കോർഡുകളും അവൈലബിൾ ആക്കണം. മെമ്പേഴ്സിന് ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ഇതാണ് സെക്ഷൻ 19B പറയുന്നത്. സെക്ഷൻ 19B ഡീൽസ് വിത്ത് മെമ്പേഴ്സ് റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. സെക്ഷൻ 20 വോട്ട് ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 20 ഡീൽസ് വിത്ത് വോട്ട് ഓഫ് മെമ്പേഴ്സ്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, 1 man 1 വോട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 20 സെക്ഷൻ 21 മാനർ ഓഫ് എക്സസൈസിങ് വോട്ട്. മാനർ ഓഫ് എക്സസൈസിങ് വോട്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 21 പ്രോക്സീസ് നോട്ട് അലൗഡ് എന്ന് പറയുന്നത് സെക്ഷൻ 21 സെക്ഷൻ 22 റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ്. ഒരു മെമ്പർക്ക് ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 1/5 ഭാഗം മാത്രമേ കൈവശം വയ്ക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് സെക്ഷൻ 22 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ്. സെക്ഷൻ 23 റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഒരു മെമ്പർക്ക്
ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മിനിമം 3 വർഷം കഴിയണം. സെക്ഷൻ 23 പറയുന്നത് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള റെസ്ട്രിക്ഷനാണ്. സെക്ഷൻ 24 റെസ്ട്രിക്ഷൻ ഓൺ വിത്ഡ്രോവൽ ഓഫ് ഷെയർസ്. ഷെയർ വിത്ഡ്രോ ചെയ്യുന്നതിനുള്ള റെസ്ട്രിക്ഷനാണ് സെക്ഷൻ 24 പറയുന്നത്. ഷെയർ വിത്ഡ്രോ ചെയ്യുന്നതിനും മിനിമം 3 വർഷം കഴിയണം. അത് ബൈലോയ്ക്ക് അനുസരിച്ചായിരിക്കണം, ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമായിരിക്കണം ഷെയർ വിത്ഡ്രോ ചെയ്യേണ്ടത്. സെക്ഷൻ 25 പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സിൻ്റെ ഡെത്തിന് ശേഷം ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 25 പറയുന്നത്. സെക്ഷൻ 26 ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ. പാസ്റ്റ് മെമ്പറുടെ ലയബിലിറ്റി 3 വർഷത്തേക്ക് നിലനിൽക്കുമെന്ന് പറയുന്നത് സെക്ഷൻ 26 നേരത്തെ 2 വർഷമായിരുന്നു. അമെൻമെൻറ്റ് പ്രകാരം അത് 3 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം സെക്ഷൻ 26 ഡീൽസ് വിത്ത് ലയബിലിറ്റീസ് ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ. അപ്പം സെക്ഷൻ 16 മുതൽ 26 വരെയാണ് 3ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. അടുത്തത് 4ാമത്തെ ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 27 മുതൽ 34 വരെയാണ് 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 27 ജനറൽ ബോഡിയാണ് അൾട്ടിമേറ്റ് അതോറിറ്റി, സുപ്രീം അതോറിറ്റി എന്നൊക്കെ പറയുന്നത് സെക്ഷൻ 27 സെക്ഷൻ 27(2) റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 28. സെക്ഷൻ 28A മാനേജിംഗ് കമ്മിറ്റിയിൽ വുമൺ ആൻഡ് SC/ST മെമ്പേഴ്സിനുള്ള റിസർവേഷനെ കുറിച്ച് പറയുന്നു. 28AA റിസർവേഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ബാങ്കിങ് എക്സ്പീരിയൻസ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ ദ കമ്മിറ്റീസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ കമ്മിറ്റിയിൽ ബാങ്കിങ് ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള പേഴ്സൺസിൻ്റെ റിസർവേഷനാണ് പറയുന്നത്. 28AB ഇലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എക്സെട്ര. പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ ഇലക്ഷനും അവരെ റിമൂവ് ചെയ്യുന്നതൊക്കെയാണ് സെക്ഷൻ 28AB പറയുന്നത്. സെക്ഷൻ 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 28B. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറുടെ യോഗ്യത സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് അമെൻമെൻറ്റിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പം നിലവിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറുടെ യോഗ്യത സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. 28(1)(c) 25,000 ഡെപ്പോസിറ്റ്, 25,000 മുകളിൽ ഡെപ്പോസിറ്റുള്ള ഒരു വ്യക്തിക്ക് ഒരു സീറ്റ് റിസർവേഷൻ ഉണ്ടെന്ന് പറയുന്നു. 28(1)(c) 2 സീറ്റ് 40 വയസ്സ് കഴിയാത്ത 2 പേർക്ക് നീക്കി വെച്ചിരിക്കുന്നു. ഒന്ന് ജനറൽ കാറ്റഗറിയും ഒന്ന് വുമൺ റിസർവേഷനുമാണ്. 28(1)(g) കോപ്റ്റഡ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നു. 28(2)(a) തുടർച്ചയായ 3-ലധികം തവണ ഒരു മെമ്പർക്ക് മാനേജിംഗ് കമ്മിറ്റിയിൽ അംഗമാവാൻ കഴിയുകയില്ല എന്ന് പറയുന്നുണ്ട്. 28B ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. 28B(1) സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെയും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെയും ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണെന്ന് പറയുന്നു. 28B(2) ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പം സെക്ഷൻ 28 മാനേജിംഗ് കമ്മിറ്റിയുടെ അപ്പോയിൻമെൻറ്റും സ്ട്രക്ചറും ഒക്കെയാണ് പറയുന്നത്. സെക്ഷൻ 28 ഡീൽസ് വിത്ത് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിരിക്കണം. രജിസ്ട്രാർക്കോ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ DCAക്കോ DCA ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ സെക്ഷൻ 29 ഡീൽസ് വിത്ത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. സെക്ഷൻ 30 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നത്, ബൈലോ അമെൻഡ് ചെയ്യുന്നത്,
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 30. സെക്ഷൻ 31 നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓൺ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റിയുടെയും സെൻട്രൽ സൊസൈറ്റിയുടെയും മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള ഗവൺമെൻറ് നോമിനീസിൻ്റെ അപ്പോയിൻമെൻ്റാണ് സെക്ഷൻ 31 പറയുന്നത്. അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് ഗവൺമെൻറ് നോമിനീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. സെൻട്രൽ സൊസൈറ്റിയിലേക്ക് RCS ആണ്. ഗവൺമെൻറ് നോമിനീസിൻ്റെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ നോട്ട് മോർ ദാൻ 2 persons ആണ്. ഗവൺമെൻറ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു നോമിനേറ്റ് നോട്ട് മോർ ദാൻ 2 persons ഇൻ ദ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് നോമിനിക്ക് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ ഈ പദവികളൊന്നും അലങ്കരിക്കാനുള്ള അധികാരമില്ല. അപ്പം സെക്ഷൻ 31 പറയുന്നത് ഗവൺമെൻറ് നോമിനീസിൻ്റെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചാണ്. സെക്ഷൻ 32 സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി. കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 32 പറയുന്നത്. കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ്. സെക്ഷൻ 32 ഡീൽസ് വിത്ത് സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി. സെക്ഷൻ 33 അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഫെയിലർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി. പുതിയ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്തതിന് ശേഷം പുതിയ കമ്മിറ്റിയുടെ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററുടെയോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയോ അപ്പോയിൻമെൻ്റ് ഒക്കെയാണ് സെക്ഷൻ 33 പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. സെക്ഷൻ 33 അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 34 സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. പഴയ കമ്മിറ്റി പുതിയ കമ്മിറ്റിക്ക് എല്ലാ റെക്കോർഡുകളും കൈമാറ്റം ചെയ്യണം. അല്ലാത്ത പക്ഷം അത് പിടിച്ചെടുത്ത് കൊടുക്കാനുള്ള അധികാരം മജിസ്ട്രേറ്റിനുണ്ട്. രജിസ്ട്രാറുടെ പ്രീവിയസ് സാങ്ഷനോടുകൂടി പ്രസിഡൻറ്റോ സെക്രട്ടറിയോ മജിസ്ട്രേറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയും മജിസ്ട്രേറ്റിന് ഈ റെക്കോർഡുകളെല്ലാം പിടിച്ചെടുത്ത് കൊടുക്കാനുമുള്ള അധികാരമുണ്ട്. അതാണ് സെക്ഷൻ 34 പറയുന്നത് സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. അപ്പോൾ 27 മുതൽ 34 വരെയുള്ള സെക്ഷൻസാണ് 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്തത് ചാപ്റ്റർ 5 ആണ് പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ചാപ്റ്റർ 5ൻ്റെ ഹെഡിങ് പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 35 മുതൽ 41 വരെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. സെക്ഷൻ 35 പറയുന്നത് ഫസ്റ്റ് ചാർജ് ഓഫ് എ സൊസൈറ്റി ഓൺ സെർട്ടൻ അസറ്റ്സ്. സൊസൈറ്റിയുടെ ഫസ്റ്റ് ചാർജിനെ കുറിച്ചാണ് സെക്ഷൻ 35 പറയുന്നത്. സെക്ഷൻ 36 ചാർജ് ഓൺ ലാൻഡ് ഓൺഡ് ഓർ ഹെൽഡ് ബൈ മെമ്പേഴ്സ് ബോറോവിങ് ലോൺ ഫ്രം സെർട്ടൻ സൊസൈറ്റീസ്. മെമ്പേഴ്സ് ഒരു പ്രോപ്പർട്ടി സെക്യൂരിറ്റി വെച്ചിട്ട് ലോൺ എടുക്കുന്നതിൻ്റെ പ്രൊസീജിയറൊക്കെയാണ് സെക്ഷൻ 36 പറയുന്നത്. ചാർജ് ഓൺ ലാൻഡ് ഓൺഡ് ഓർ ഹെൽഡ് ബൈ മെമ്പേഴ്സ് ബോറോവിങ് ലോൺ ഫ്രം സെർട്ടൻ സൊസൈറ്റീസ്. സെക്ഷൻ 36A പറയുന്നത് ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ബോറോവർ ബൈ ക്രിയേറ്റിംഗ് ഗഹാൻ. ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 36A. സെക്ഷൻ 37 ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് സൊസൈറ്റീസ് ക്ലെയിം ഇൻ സെർട്ടൻ കേസസ്. സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് സൊസൈറ്റീസിൻ്റെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 37. സെക്ഷൻ 37 ഡീൽസ് വിത്ത് ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് സൊസൈറ്റീസ് ക്ലെയിം ഇൻ സെർട്ടൻ കേസസ്. സെക്ഷൻ 38 പറയുന്നു ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. സൊസൈറ്റിക്ക് സംഘത്തിലേക്ക് തിരിച്ചടയ്ക്കാനുള്ള തുക ഏതിൽ നിന്നൊക്കെ ഈടാക്കാം എന്ന് പറയുന്നത് സെക്ഷൻ 38 ഷെയർ ക്യാപിറ്റൽ, ഡിവിഡൻഡ് ഓർ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ആ മെമ്പേഴ്സിൻ്റെ ഡെപ്പോസിറ്റ്, ഇതിൽ നിന്നൊക്കെ സംഘത്തിലേക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാനുള്ള തുക ഈടാക്കാം. ഇതാണ് സെക്ഷൻ 38 പറയുന്നത്. സെക്ഷൻ 39 ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. റിസർവ് ഫണ്ട് ജപ്തി ചെയ്യാൻ കഴിയുന്നതല്ല. റിസർവ് ഫണ്ട് അല്ലെങ്കിൽ കരുതൽ ധനം ജപ്തി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 39. സെക്ഷൻ 40 എക്സംഷൻ ഫ്രം ടാക്സസ്, ഫീസ് ആൻഡ് ഡ്യൂട്ടീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ചില ടാക്സസ്, ഫീസ്, ഡ്യൂട്ടീസ് എല്ലാം എക്സംഷൻ ഉണ്ട്. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 40 പറയുന്നത്.
സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ്, ഇങ്ങനെയുള്ള ചില എക്സംഷൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനുണ്ട്. അതാണ് സെക്ഷൻ 40 പറയുന്നത്. സെക്ഷൻ 40 ഡീൽസ് വിത്ത് എക്സംഷൻ ഫ്രം സർട്ടൻ ടാക്സസ്, ഫീസ് ആൻഡ് ഡ്യൂട്ടീസ്. സെക്ഷൻ 41 എക്സംഷൻ ഫ്രം കമ്പൾസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഡോക്യുമെൻസിൻ്റെ കമ്പൾസറി രജിസ്ട്രേഷനിൽ നിന്നും സഹകരണ സംഘങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ എക്സംഷനാണ് സെക്ഷൻ 41 പറയുന്നത്. ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇതൊന്നും കമ്പൾസറി രജിസ്ട്രേഷൻ ആവശ്യമില്ല. നിർബന്ധിത രജിസ്ട്രേഷനിൽ നിന്നും സംഘങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് സെക്ഷൻ 41 പറയുന്നത്. എക്സംഷൻ ഫ്രം കമ്പൾസറി രജിസ്ട്രേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. അപ്പം 35 മുതൽ 41 വരെയുള്ള സെക്ഷൻസാണ് 5ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. 5ാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്തത് 6ാമത്തെ ചാപ്റ്ററാണ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 6ാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതിൽ വരുന്നത് 42 മുതൽ 54 വരെയുള്ള സെക്ഷൻസാണ്. സെക്ഷൻ 42 പറയുന്നു ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. സംഘങ്ങളിൽ ഗവൺമെൻറ്റിനുള്ള ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്. സൊസൈറ്റീസിൻ്റെ ഷെയർസ് ഗവൺമെൻറ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്, ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് സെക്ഷൻ 42 പറയുന്നത്. സെക്ഷൻ 43 ഡീൽസ് വിത്ത് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. ഗവൺമെൻറ്റിന് സഹകരണ സംഘങ്ങളിലുള്ള നേരിട്ടല്ലാത്ത പങ്കാളിത്തത്തെക്കുറിച്ചാണ് സെക്ഷൻ 43 പറയുന്നത്. ഗവൺമെൻറ് ഇൻഡയറക്റ്റ് ആയിട്ട് സൊസൈറ്റീസിൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു ത്രൂ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റീസ്. ഇതാണ് സെക്ഷൻ 43 പറയുന്നത്. സെക്ഷൻ 44 പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 44. ഗവൺമെൻറ്റിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പെക്സ് സൊസൈറ്റീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്ന ഫണ്ടാണ് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് അപ്പെക്സ് സൊസൈറ്റീസ് മറ്റ് സൊസൈറ്റീസിൻ്റെ ഷെയർ പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ സെൻട്രൽ സൊസൈറ്റികൾക്ക് ഈ ഫണ്ടിൻ്റെ ഒരു ഭാഗം പ്രൊവൈഡ് ചെയ്യുന്നു. അവരത് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, സെൻട്രൽ സൊസൈറ്റീസ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിലാണ് അപ്പെക്സ് സൊസൈറ്റികൾ കൊടുക്കുന്ന ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെക്ഷൻ 45 സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 44 പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, സെക്ഷൻ 45 സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 46 അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്. ഇങ്ങനെ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം എന്ന് പറയുന്നത് സെക്ഷൻ 46. സെക്ഷൻ 46 ഡീൽസ് വിത്ത് അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്. സെക്ഷൻ 47 ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സെർട്ടൻ ഷെയർസ്. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസിൻ്റെ ഷെയർസാണ് ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പർച്ചേസ് ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 47 പറയുന്നത് ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സെർട്ടൻ ഷെയർസ്. സെക്ഷൻ 48 റെസ്ട്രിക്ഷൻസ് ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഗവൺമെൻറ് ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ പർച്ചേസ് ചെയ്താലും ഷെയർസ് പർച്ചേസ് ചെയ്താലും മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്ര ഡിവിഡൻഡ് മാത്രമേ ഗവൺമെൻറ്റിനും കിട്ടുന്നുള്ളൂ. അപ്പോൾ ഡിവിഡൻഡിലുള്ള റെസ്ട്രിക്ഷനാണ് സെക്ഷൻ 48 പറയുന്നത്. സെക്ഷൻ 49 ഇൻഡംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. അപ്പെക്സ് സൊസൈറ്റികളുടെയും സെൻട്രൽ സൊസൈറ്റികളുടെയും നഷ്ടപരിഹാരം. അതായത് ലിക്വിഡേഷൻ്റെ സമയത്ത് ഷെയർ വാങ്ങിയ ഷെയർ ഹോൾഡേഴ്സിന് ചിലപ്പം നഷ്ടം സംഭവിക്കാം. ഈ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി ലിക്വിഡേഷൻ നടപടികളിലൂടെ അപ്പെക്സ് സൊസൈറ്റികൾക്ക് പിരിഞ്ഞു കിട്ടിയ തുക ഗവൺമെൻറ്റിലേക്കും സെൻട്രൽ സൊസൈറ്റികൾക്ക് പിരിഞ്ഞു കിട്ടിയ തുക അപ്പെക്സ് സൊസൈറ്റികളിലേക്കും അടയ്ക്കേണ്ടതാണ്. അതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അടുത്തത് സെക്ഷൻ 50 ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. സെക്ഷൻ 50ൻ്റെ ഹെഡിങ് ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും യൂട്ടിലൈസ് ചെയ്ത് കിട്ടുന്ന എല്ലാ പണവും അതാത് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. സെക്ഷൻ 51 ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. സെക്ഷൻ 51ൻ്റെ ഹെഡിങ്
ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് അപ്പെക്സ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലുള്ള തുക ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു കൊടുക്കണം. അതുപോലെ സെൻട്രൽ സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലുള്ള തുക അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കണം. അതായത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് സെക്ഷൻ 51 പറയുന്നത്. അടുത്തത് സെക്ഷൻ 52 എഗ്രിമെൻറ്റ്സ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ്. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്ത് ഒരു ഷെയർ പർച്ചേസ് ചെയ്യുമ്പം അപ്പെക്സ് സൊസൈറ്റീസും ഗവൺമെൻറ്റും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് ഷെയർ പർച്ചേസ് ചെയ്യുമ്പം സെൻട്രൽ സൊസൈറ്റിയും അപ്പെക്സ് സൊസൈറ്റിയും തമ്മിലൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കാവുന്നതാണ്. സെക്ഷൻ 52 ഹെഡിങ് എഗ്രിമെൻറ്റ്സ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ്. സെക്ഷൻ 53 അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ്. സർക്കാരിൻ്റെ സംഘത്തിന് കൊടുക്കുന്ന മറ്റ് സഹായങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 53 പറയുന്നത്. ഈ ഒരു സെക്ഷനിൽ പറയുന്നു ടു ഗീവ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, guarantee for the repayment of principal and interest thereon on debentures, guarantee for the repayment of share capital of a society and dividend thereon, guarantee for the repayment of principal and interest thereon on loans and advances, guarantee for the repayment of deposits received by a society and payment of interest thereon, any other forms of financial assistance to a society including subsidies. ഇതൊക്കെയാണ് സഹകരണ സംഘങ്ങൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന മറ്റ് സഹായങ്ങൾ. ഇതാണ് സെക്ഷൻ 53 പറയുന്നത്. സെക്ഷൻ 53 ഹെഡിങ് അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ്. അടുത്തത് സെക്ഷൻ 54 പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 43 to 52 ഓവർറൈഡ് അതർ ലോസ്. സെക്ഷൻ 43 മുതൽ 52 വരെയുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേറൊരു ലോ അനുസരിച്ച് തടസ്സമുണ്ടാവില്ല എന്നാണ് സെക്ഷൻ 54 പറയുന്നത്. സെക്ഷൻ 54 ഹെഡിങ് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 43 to 52 ഓവർറൈഡ് അതർ ലോസ്. ചാപ്റ്റർ 6 നമ്മൾ പഠിച്ചത് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. 42 മുതൽ 54 വരെയുള്ള സെക്ഷൻസ് ആണ് ചാപ്റ്റർ 6 ഉണ്ടായിരുന്നത്. അടുത്തത് ചാപ്റ്റർ 7. ചാപ്റ്റർ 7 പറയുന്നു പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 55 മുതൽ 62 വരെയുള്ള സെക്ഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. 55 ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. സെക്ഷൻ 55 ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ മറ്റൊരു ഫണ്ടും ഡിവൈഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 55 നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് സർട്ടിഫൈ ചെയ്യുന്നത് DCA ആണ്. സെക്ഷൻ 55 ഹെഡിങ് ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 56 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 56(1) സ്റ്റാറ്റ്യൂട്ടറി റിസർവിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. സെക്ഷൻ 57 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. സൊസൈറ്റിയുടെ ഫണ്ട്സ് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് സെക്ഷൻ 57 സെക്ഷൻ 57A കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 57A ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ ചെയർമാൻ സഹകരണ മന്ത്രിയാണ്. സെക്രട്ടറി ജോയിൻറ്റ് രജിസ്ട്രാറാണ്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 57A. 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം പറയുന്ന സെക്ഷൻ 57B. 2012 ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ സ്കീമിൻ്റെ സെക്രട്ടറിയും ജോയിൻറ്റ് രജിസ്ട്രാറാണ്. സെക്ഷൻ 57C കൺസോഷ്യം ലെൻഡിങ് സ്കീം. കൺസോഷ്യം ലെൻഡിങ് സ്കീമിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 57C. 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 57D. സെക്ഷൻ 57E പുതിയതായി കൂട്ടിച്ചേർത്തതാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 57E. സെക്ഷൻ 58 റെസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ്സ്.
സൊസൈറ്റി ബൈലോയ്ക്ക് അനുസരിച്ചാണ് ബോറോ ചെയ്യേണ്ടത്. സെക്ഷൻ 58 ഇതിനുള്ള റെസ്ട്രിക്ഷൻസ് പറയുന്നത്. റെസ്ട്രിക്ഷൻസ് ഓൺ ബോറോവിങ്സ് ഡീൽസ് വിത്ത് സെക്ഷൻ 58. സെക്ഷൻ 59 റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. സൊസൈറ്റി ലോണ് കൊടുക്കുമ്പോഴുള്ള റെസ്ട്രിക്ഷനാണ് സെക്ഷൻ 59 പറയുന്നത്. ഒരു സൊസൈറ്റി അതിലെ മെമ്പേഴ്സിന് മാത്രമേ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. മറ്റ് സൊസൈറ്റികൾക്ക് കൊടുക്കാം, അതിന് രജിസ്ട്രാറുടെ പെർമിഷൻ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 59 പറയുന്നത്. സെക്ഷൻ 59 ഹെഡിങ് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. സെക്ഷൻ 60 റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. അംഗമല്ലാത്ത വ്യക്തിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ റെസ്ട്രിക്ഷൻസ് ആണ് സെക്ഷൻ 60 പറയുന്നത്. സെക്ഷൻ 60 ഹെഡിങ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. സെക്ഷൻ 61 പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 61. സെക്ഷൻ 62 ഗ്രാറ്റുവിറ്റി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാറ്റുവിറ്റിയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 62. ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത് 5 വർഷത്തെ സാറ്റിസ്ഫാക്ടറി സർവീസ് കംപ്ലീറ്റ് ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റാഫിനാണ്. ഹാഫ് മന്ത് സാലറി വെച്ച് 15 മാസത്തിൽ കൂടാത്ത ഗ്രാറ്റുവിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഗ്രാറ്റുവിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 62. അടുത്തത് ചാപ്റ്റർ 8 ഓഡിറ്റ്. 63 മുതൽ 68 വരെയുള്ള സെക്ഷൻസാണ് 8ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. സെക്ഷൻ 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. DCA അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 63. 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ പ്രൊസീജിയറും ഓഡിറ്റിൻ്റെ സ്കോപ്പും അതുപോലെ DCAയുടെ പവേഴ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 64. അടുത്തത് സെക്ഷൻ 65 ഇൻക്വയറി ബൈ രജിസ്ട്രാർ. രജിസ്ട്രാർ സംഘങ്ങളിൽ നടത്തുന്ന ഇൻക്വയറിനെ കുറിച്ചാണ് സെക്ഷൻ 65 പറയുന്നത്. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത് 4 മാസത്തിനുള്ളിലാണ്. നേരത്തെ 6 മാസമായിരുന്നു. അമെൻമെൻറ്റ് പ്രകാരമാണ് ഇത് 4 മാസമാക്കി മാറ്റിയത്. അടുത്തത് സെക്ഷൻ 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനും ഇൻസ്പെക്റ്റ് ചെയ്യാനുമുള്ള രജിസ്ട്രാറുടെ അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 66 പറയുന്നത്. സെക്ഷൻ 66A പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻസ്. സെക്ഷൻ 66A പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻസ്. സൊസൈറ്റിയിലെ അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് സൊസൈറ്റികൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. അതാണ് സെക്ഷൻ 66A പറയുന്നത്. സെക്ഷൻ 66B സസ്പെൻഷൻ ഓഫ് ഓഫീസേഴ്സ്. ജീവനക്കാരുടെ സസ്പെൻഷൻ. സെക്ഷൻ 64 പ്രകാരമുള്ള ഓഡിറ്റ്, 65 പ്രകാരമുള്ള ഇൻക്വയറി, 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ. ഇവയിലൂടെ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, കമ്മിറ്റി മെമ്പേഴ്സ് ഒഴികെയുള്ള ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. അതാണ് സെക്ഷൻ 66B പറയുന്നത്. സെക്ഷൻ 66B ഡീൽസ് വിത്ത് സസ്പെൻഷൻ ഓഫ് ഓഫീസേഴ്സ്. അടുത്തത് 66C ആണ് സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ സഹകരണ സംഘങ്ങൾ രജിസ്ട്രാർക്ക് റിട്ടേണുകൾ സമർപ്പിക്കണം. അതാണ് സെക്ഷൻ 66C പറയുന്നത്. സെക്ഷൻ 67 കോസ്റ്റ് ഓഫ് ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ. ഇൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ്റെ ചെലവ് ഇത് തീരുമാനിക്കുന്നത് രജിസ്ട്രാറാണ്. സെക്ഷൻ 67 ഡീൽസ് വിത്ത് കോസ്റ്റ് ഓഫ് ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ. അടുത്തത് സെക്ഷൻ 68 സർചാർജ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് സെക്ഷൻ 68 സർചാർജ്. സംഘത്തിനുണ്ടായിട്ടുള്ള എന്തെങ്കിലും നഷ്ടം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഫൈൻ ഈടാക്കുന്നതിനെയാണ് സർചാർജ് എന്ന് പറയുന്നത്. സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. സർചാർജിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 68. സെക്ഷൻ 68A വിജിലൻസ് ഓഫീസർ. സെക്ഷൻ 68A പ്രകാരം ഗവൺമെൻറ്റാണ് വിജിലൻസ് ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന കേസുകളാണ്, രജിസ്ട്രാർ റെഫർ ചെയ്ത് കൊടുക്കുന്ന കേസുകളാണ് വിജിലൻസ് ഓഫീസർ അന്വേഷിക്കുന്നത്. വിജിലൻസ് ഓഫീസർ രജിസ്ട്രാറുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ്. രജിസ്ട്രാറുടെ ഓഫീസ് തന്നെയാണ് വിജിലൻസ് ഓഫീസറുടെയും ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പം വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറയുന്ന സെക്ഷൻ 68A. വിജിലൻസ് ഓഫീസറുടെ റാങ്ക് എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ്. ചാപ്റ്റർ 8 നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞത്.
63 മുതൽ 68 വരെയുള്ള സെക്ഷൻസാണ് ചാപ്റ്റർ 8 വരുന്നത്. അതിൽ പാർട്ട് എ ഓഡിറ്റ് എന്ന് പറയുന്നിടത്ത് 63, 64, പാർട്ട് ബി ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, സസ്പെൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സർചാർജ്, ഇതിലാണ് 65 മുതൽ 68 വരെയുള്ള സെക്ഷൻസ് വരുന്നത്. അടുത്തത് ചാപ്റ്റർ 9 ആണ്, സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. ചാപ്റ്റർ 9ൻ്റെ ഹെഡിങ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. ഇതിൽ 69 മുതൽ 70 ബി വരെയുള്ള സെക്ഷൻസ് ആണ് വരുന്നത്. സെക്ഷൻ 69 ഡിസ്പ്യൂട്ട്സ് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ മുമ്പാകെയും മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് രജിസ്ട്രാറുടെ മുമ്പാകെയുമാണെന്ന് പറയുന്നത് സെക്ഷൻ 69ലാണ്. സെക്ഷൻ 69 ഡീൽസ് വിത്ത് ഡിസ്പ്യൂട്ട്സ് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ. സെക്ഷൻ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 69A. ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യമാകുന്നത് അതാണ് ടേം ഓഫ് ഓഫീസ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 69A. അടുത്തത് സെക്ഷൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്സ്. തർക്കങ്ങളിൽ മേലുള്ള അവാർഡ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ മുമ്പാകെയോ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ മുമ്പാകെയോ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ റെഫറൻസ് വന്നാൽ 1 വർഷത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് പറയുന്നത് സെക്ഷൻ 70ലാണ്. സെക്ഷൻ 70 ഡീൽസ് വിത്ത് അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്സ്. സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 70A. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് നിലവിൽ വന്നത് 2003ലാണ്. അടുത്തത് സെക്ഷൻ 70B പ്രൊവിഷൻസ് ആസ് ടു പെൻഡിങ് പ്രൊസീഡിങ്സ്. സെക്ഷൻ 70B പറയുന്നത് പ്രൊവിഷൻസ് ആസ് ടു പെൻഡിങ് പ്രൊസീഡിങ്സ്. അപ്പോൾ 69 മുതൽ 70B വരെയുള്ള സെക്ഷൻസ് ആണ് ചാപ്റ്റർ 9 വരുന്നത്. അടുത്തത് ചാപ്റ്റർ 10 വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ചാപ്റ്റർ 10 പറയുന്നത് വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 71 മുതൽ 74 വരെയുള്ള സെക്ഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സെക്ഷൻ 71 വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസ്, സംഘം നിർത്തലാക്കൽ, അതാണ് സെക്ഷൻ 71 പറയുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വൈൻഡിങ് അപ്പ് ഓർഡർ രജിസ്ട്രാർ പാസ്സാക്കുന്നത് എന്ന് സെക്ഷൻ 71 പറയുന്നു. സെക്ഷൻ 72 ലിക്വിഡേറ്റർ. വൈൻഡിങ് അപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓഫീസറാണ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 72. ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 73ലാണ്. ലിക്വിഡേറ്റർ അധികാരം കഴിഞ്ഞാൽ ആ സൊസൈറ്റിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ലിക്വിഡേറ്റർക്കുണ്ട്. ലിക്വിഡേറ്റർ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷമുള്ള 2 വർഷത്തിനുള്ളിലാണ്. നേരത്തെ 3 വർഷം എന്നതായിരുന്നു. അമെൻമെൻറ്റ് പ്രകാരം അത് 2 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. ലിക്വിഡേറ്റർ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 വർഷത്തിനുള്ളിലാണ്. അടുത്തത് സെക്ഷൻ 74 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യൽ. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നത് എന്നാണ് സെക്ഷൻ 74 പറയുന്നത്. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. അടുത്തത് ചാപ്റ്റർ 10A ആണ് ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 10A. ഇതിൽ വരുന്നത് സെക്ഷൻ 74A ആണ്. അപ്പം ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ 10A സെക്ഷൻ 74A. ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ 1961 ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 13D പ്രകാരം ഇൻഷ്വർ ചെയ്തിട്ടുള്ള ബാങ്കുകളാണ് ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഇതെല്ലാം ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ വൈൻഡിങ് അപ്പ്, അമാൽഗമേഷൻ, റീകൺസ്ട്രക്ഷൻ ഇതിനൊക്കെ RBIയുടെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിയിരിക്കണം. ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 74A, ചാപ്റ്റർ 10A. അടുത്തത് ചാപ്റ്റർ 10B
സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദെയർ ഓഫീസ് ബെറേഴ്സ് ആൻഡ് എംപ്ലോയീസ്. സെക്ഷൻ 10ബിയുടെ ഹെഡിങ് സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദെയർ ഓഫീസ് ബെറേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഇതിൽ 74B മുതൽ 74G വരെയുള്ള സെക്ഷൻസ് ആണ് വരുന്നത്. സെക്ഷൻ 74B ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ്, ബ്രാഞ്ചുകൾ ആരംഭിക്കൽ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനും എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ രജിസ്ട്രാറുടെ പെർമിഷനോടുകൂടി ബ്രാഞ്ചുകൾ ആരംഭിക്കാം. അതാണ് സെക്ഷൻ 74Bയിൽ പറയുന്നത്. അടുത്തത് സെക്ഷൻ 74C ഇൻസ്പെക്ഷൻ ഇൻ സെർട്ടൻ കോപ്പറേറ്റീവ്സ്. 74Cയുടെ ഹെഡിങ് ഇൻസ്പെക്ഷൻ ഇൻ സെർട്ടൻ കോപ്പറേറ്റീവ്സ്. രജിസ്ട്രാർക്ക് അപ്പെക്സ്, ഫെഡറൽ, സെൻട്രൽ സൊസൈറ്റി തുടങ്ങിയ സൊസൈറ്റികളുടെ എല്ലാം പ്രവർത്തനങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശോധിക്കാം. അതാണ് സെക്ഷൻ 74Cയിൽ പറയുന്നത്. അടുത്തത് സെക്ഷൻ 74D ഡ്യൂട്ടി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ടു സപ്ലൈ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ്. ഓഡിറ്റിൻ്റെ സമയത്ത് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ്. അതാണ് സെക്ഷൻ 74Dയിൽ പറയുന്നത്. ഒരു സംഘവുമായി ഇടപാട് നടത്തുന്ന മറ്റൊരു സംഘത്തിൽ ഓഡിറ്റ് നടത്തുമ്പോൾ ആ സംഘവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഓഡിറ്റർ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ തിരിച്ചും സെക്ഷൻ 74Dയിൽ പറയുന്നത് ഡ്യൂട്ടി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ടു സപ്ലൈ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ്. അടുത്തത് 74E മാനർ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി. പ്രത്യേകം തീരുമാനിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതും. അത് ബൈലോയിൽ പറഞ്ഞിരിക്കുന്നുണ്ടാവും. അത് പ്രകാരമാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കേണ്ടതും ലോൺ കൊടുക്കേണ്ടതും. അതാണ് സെക്ഷൻ 74Eയിൽ പറയുന്നത് മാനർ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി. അടുത്തത് സെക്ഷൻ 74F ആണ് റൈറ്റ് ഓഫ് ലോൺസ്. സെക്ഷൻ 74F ഹെഡിങ് റൈറ്റ് ഓഫ് ലോൺസ്. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് ഒരു സംഘത്തിൻ്റെ കാർഷിക കടങ്ങളും കാർഷികേതര കടങ്ങളും ഉൾപ്പെടെയുള്ള കടങ്ങൾ എഴുതി തള്ളാനുള്ള അധികാരം രജിസ്ട്രാർക്കും ഗവൺമെൻറ്റിനും മാത്രമാണുള്ളത്. അതാണ് സെക്ഷൻ 74Fൽ പറയുന്നത്. സെക്ഷൻ 74G ലൈബ്രറി ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘങ്ങളിൽ ലൈബ്രറി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 74Gയിൽ പറയുന്നത്. എല്ലാ സഹകരണ സംഘങ്ങളും സംഘത്തിൽ ഒരു ലൈബ്രറി സൂക്ഷിക്കണം. എന്നാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നഷ്ടം സഹിക്കുന്ന സംഘങ്ങളാണെങ്കിൽ ഈ ഒരു കാര്യം ബാധകമല്ല. അതാണ് സെക്ഷൻ 74Gയിൽ പറയുന്നത്. സെക്ഷൻ 74G ഡീൽസ് വിത്ത് ലൈബ്രറി ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്തത് 11ാമത്തെ ചാപ്റ്ററാണ് എക്സിക്യൂഷൻ ഓഫ് അവാർഡ്സ്, ഡിക്രീസ്, ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻ. സെക്ഷൻ 11 ചാപ്റ്റർ 11ൻ്റെ ഹെഡിങ് എക്സിക്യൂഷൻ ഓഫ് അവാർഡ്സ്, ഡിക്രീസ്, ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻ. 75 മുതൽ 79 വരെയുള്ള സെക്ഷൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സെക്ഷൻ 75 എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് പ്രാവർത്തികമാക്കൽ. സംഘത്തിലേക്ക് കിട്ടാനുള്ള തുക ഈടാക്കുന്നതിനായി സംഘത്തിന് ഫസ്റ്റ് ചാർജുള്ള വസ്തുക്കൾ വിൽക്കാൻ RCSന് ഒരു അപേക്ഷ കൊടുക്കണം. അങ്ങനെ ചാർജ് നടപ്പിലാക്കുന്നതിന് വേണ്ടി രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 75ൽ പറയുന്നത്. സെക്ഷൻ 75 ഡീൽസ് വിത്ത് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ്. സെക്ഷൻ 76 എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ്. ഓർഡേഴ്സിൻ്റെ എക്സിക്യൂഷനാണ് സെക്ഷൻ 76ൽ പറയുന്നത്. സെക്ഷൻ 77 രജിസ്ട്രാർ ഓർ പേഴ്സൺ എംപവേർഡ് ബൈ ഹിം ടു ബി എ സിവിൽ കോർട്ട് ഫോർ സെർട്ടൻ പർപ്പസസ്. രജിസ്ട്രാർക്കോ അദ്ദേഹം ചുമതലപ്പെടുത്തിയ വ്യക്തിക്കോ ചില കാര്യങ്ങളിൽ സിവിൽ കോർട്ട് ആയി പ്രവർത്തിക്കാം. ചില കാര്യങ്ങളിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിയോ സിവിൽ കോർട്ടായിരിക്കും. അതാണ് സെക്ഷൻ 77ൽ പറയുന്നത്. സെക്ഷൻ 77 ഡീൽസ് വിത്ത് രജിസ്ട്രാർ ഓർ പേഴ്സൺ എംപവേർഡ് ബൈ ഹിം ടു ബി എ സിവിൽ കോർട്ട് ഫോർ സെർട്ടൻ പർപ്പസസ്. അടുത്തത് സെക്ഷൻ 78 ആണ് അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ. ഓർഡർ അല്ലെങ്കിൽ അവാർഡ്, ഉത്തരവിനോ വിധിക്കോ മുമ്പുള്ള ജപ്തി. ഇതാണ് സെക്ഷൻ 78ൽ പറയുന്നത്. അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ ഡീൽസ് വിത്ത് സെക്ഷൻ 78. അടുത്തത് സെക്ഷൻ 79 റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിലേക്ക് കിട്ടാനുള്ള
പണത്തിൻ്റെ റിക്കവറി, അതാണ് സെക്ഷൻ 79 പറയുന്നത്. സെക്ഷൻ 79 ഡീൽസ് വിത്ത് റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ഗവൺമെൻറ്. അപ്പം 75 മുതൽ 79 വരെയുള്ള സെക്ഷൻസാണ് ചാപ്റ്റർ 11 വരുന്നത്. അടുത്തത് ചാപ്റ്റർ 12 എസ്റ്റാബ്ലിഷ്മെൻറ്റ്. 80 മുതൽ 80E വരെയുള്ള സെക്ഷൻസാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. സെക്ഷൻ 80 ഓഫീസേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങളിലെ ഓഫീസേഴ്സിനെ കുറിച്ച്, അവരുടെ അപ്പോയിൻമെൻറ്റ്, ടേം ഓഫ് ഓഫീസ്, സാലറി ആൻഡ് അലവൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 80 പറയുന്നത്. പെർമനൻ്റ് എംപ്ലോയീസിൻ്റെ സാലറി ആൻഡ് അലവൻസ് ഒക്കെ തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഗവൺമെൻറ് നടത്തുന്നത് ഈ ഒരു സെക്ഷൻ പ്രകാരമാണ്. സെക്ഷൻ 80A പെൻഷൻ സ്കീം, ജീവനക്കാരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കീം, പെൻഷൻ സ്കീമിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 80A. പെൻഷൻ സ്കീം നിലവിൽ വന്നത് 1993 ജൂൺ 3 പെൻഷൻ ബോർഡിൻ്റെ സെക്രട്ടറി, അഡീഷണൽ രജിസ്ട്രാർ. പെൻഷൻ സ്കീമിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 80A. അടുത്തത് സെക്ഷൻ 80B ആണ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, CSEB. CSEBിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 80B. CSEBിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. 2001 സ്റ്റാർട്ട് ചെയ്തത്. CSEBിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്. 3 നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ് ഈ ബോർഡിൽ ഉൾപ്പെടുന്നത്. ടേം ഓഫ് ബോർഡ് 5 വർഷമാണ്. ചെയർമാൻ്റെ ടേം എന്ന് പറയുന്നത് 68 ഇയേഴ്സ് ഓർ 5 ഇയേഴ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ. അതാണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 80B. അടുത്തത് സെക്ഷൻ 80C, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ സ്കീം. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ സ്കീമിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 80C. സെക്ഷൻ 80D, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 80D. ഈ ഒരു ബോർഡ് നിലവിൽ വന്നത് 1986 സെപ്റ്റംബർ 30 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1986 സെപ്റ്റംബർ 30. ഈ ബോർഡിൻ്റെ ചെയർമാൻ സഹകരണ മന്ത്രിയാണ്. മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനാണ് ചെയർമാൻ എന്ന് പറയുന്നത്. സെക്രട്ടറി അഡീഷണൽ രജിസ്ട്രാറാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 80D. അടുത്തത് സെക്ഷൻ 80E, ട്രാൻസ്ഫർ ഓഫ് അസസ് ആൻഡ് കൺട്രോൾ ഓഫ് ദ എക്സിസ്റ്റിംഗ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ്. സെക്ഷൻ 80E ഡീൽസ് വിത്ത് ട്രാൻസ്ഫർ ഓഫ് അസസ് ആൻഡ് കൺട്രോൾ ഓഫ് ദ എക്സിസ്റ്റിംഗ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ്. 80 മുതൽ 80E വരെയുള്ള സെക്ഷൻസാണ് ചാപ്റ്റർ 12 വരുന്നത്. അടുത്തത് ചാപ്റ്റർ 13 അപ്പീൽസ് റിവിഷൻ ആൻഡ് റിവ്യൂ. അപ്പീൽസ് റിവിഷൻ ആൻഡ് റിവ്യൂ. 81 മുതൽ 87 വരെയുള്ള സെക്ഷൻസാണ് ചാപ്റ്റർ 13 വരുന്നത്. സെക്ഷൻ 81 ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അപ്പലേറ്റ് അതോറിറ്റിയാണ്. അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെയോ രജിസ്ട്രാറുടെയോ ആർബിട്രേറ്ററുടെയോ ഒക്കെ വിധിയിന്മേൽ അപ്പീൽ പോകേണ്ടത് ട്രിബ്യൂണലിലേക്കാണ്. ട്രിബ്യൂണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. ട്രിബ്യൂണലിൻ്റെ ടേം, സാലറി, അലവൻസ്, കണ്ടീഷൻസ് ഓഫ് സർവീസ് ഒക്കെ തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. ട്രിബ്യൂണലിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് ജഡ്ജ്, സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം. ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 81. സെക്ഷൻ 81A പ്രൊവിഷൻ ആസ് ടു സെർട്ടൻ പെൻഡിങ് പ്രൊസീഡിങ്സ്. സെക്ഷൻ 82 അപ്പീൽസ് ടു ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 82 പറയുന്നത്. ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നത് ഓർഡർ വന്നതിന് 60 ദിവസത്തിനുള്ളിലാണ്. ട്രിബ്യൂണലിന് ഒരു അപ്പീലിനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിലാണ് അതിന്മേലൊരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് 15 ഡേയ്സിനുള്ളിൽ കൺസേൺഡ് പാർട്ടീനെ അറിയിക്കുകയും വേണം. സെക്ഷൻ 82 പറയുന്നത് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പീൽസ് ടു ട്രിബ്യൂണൽ. സെക്ഷൻ 83 അപ്പീൽസ് ടു അതർ അതോറിറ്റീസ്. അതായത് ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ ഒക്കെ അപ്പീൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് സെക്ഷൻ 83 പറയുന്നത്. സെക്ഷൻ 83 ഡീൽസ് വിത്ത് അപ്പീൽസ് ടു അതർ അതോറിറ്റീസ്.
അടുത്തത് സെക്ഷൻ 84 റിവിഷൻ ബൈ ട്രിബ്യൂണൽ. അപ്പീൽ അല്ലെങ്കിൽ റിവ്യൂ ഇത് രണ്ടുമല്ലാത്ത പരാതികളാണ് ഈ റിവിഷനിൽ വരുന്നത്. റിവിഷൻ ബൈ ട്രിബ്യൂണൽ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 84. ഇതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 17 ട്രിബ്യൂണലിന് റിവിഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 17 സെക്ഷൻ 85 റിവ്യൂ ഓഫ് അവാർഡ്സ് ബൈ ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൻ്റെ ഉത്തരവുകൾ പുനഃപരിശോധനയ്ക്കുള്ള അപേക്ഷയാണ് ഈ റിവ്യൂവിൽ വരുന്നത്. സെക്ഷൻ 85 പ്രകാരം റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 16 അപ്പോൾ റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. ഒരു ഓർഡർ വന്നു കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിലാണ് ട്രിബ്യൂണലിന് റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ റിവ്യൂ ഓഫ് ഓർഡേഴ്സ് ബൈ ട്രിബ്യൂണൽ ഡീൽസ് വിത്ത് സെക്ഷൻ 85. സെക്ഷൻ 86 ഇൻ്റർലോക്കട്ടറി ഓർഡർ ബൈ ട്രിബ്യൂണൽ. ഇതിൽ പറയുന്നത് ട്രിബ്യൂണലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ തന്നെ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപേ താൽക്കാലികമായിട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ട്രിബ്യൂണലിനുണ്ട്. ആ കാര്യങ്ങളാണ് സെക്ഷൻ 86 പറയുന്നത് ഇൻ്റർലോക്കട്ടറി ഓർഡർ ബൈ ട്രിബ്യൂണൽ. സെക്ഷൻ 87 പവേഴ്സ് ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ്. രജിസ്ട്രാറുടെയോ ഗവൺമെൻറ്റിൻ്റെയോ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്ന ഇതിനുള്ള അധികാരം RCSനും ഗവൺമെൻറ്റിനും ഉണ്ട്. അതാണ് സെക്ഷൻ 87 പറയുന്നത് പവർ ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ്. ചാപ്റ്റർ 13 നമ്മൾ നോക്കിക്കഴിഞ്ഞത്. 81 മുതൽ 87 വരെയുള്ള സെക്ഷൻസാണ് ഇതിൽ വരുന്നത്. അടുത്തത് ചാപ്റ്റർ 14 കോപ്പറേറ്റീവ് യൂണിയൻസ്. 88 മുതൽ 93 വരെയുള്ള സെക്ഷൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ചാപ്റ്റർ 14 ഹെഡിങ് കോപ്പറേറ്റീവ് യൂണിയൻ. സെക്ഷൻ 88 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ്. CCU അല്ലെങ്കിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ രൂപീകരണമാണ് സെക്ഷൻ 88 പറയുന്നത്. ഗവൺമെൻറ് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ സംസ്ഥാനത്തെ ഓരോ സർക്കിളിലും ഓരോ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ സ്ഥാപിക്കുന്നു. ഈ കാര്യങ്ങളാണ് സെക്ഷൻ 88 പറയുന്നത്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ പ്രവർത്തന പരിധി ഒരു താലൂക്കാണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ മാനേജിംഗ് കമ്മിറ്റി, ജനറൽ ബോഡി ഇല്ല, മാനേജിംഗ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ. 13 മെമ്പേഴ്സാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലുള്ളത്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ്. സെക്ഷൻ 88A അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസർ ഓൺ ഡിഫോൾട്ട് ഓർ നെഗ്ലിജൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലെ മെമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും തെറ്റുകൾ വരുത്തുന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഒരു ഓഫീസറെ നിയമിക്കും. ഈ ഓഫീസർ എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യും. ഈ അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി 6 മാസമാണ്. അത് മാക്സിമം 1 വർഷം വരെ നീട്ടിക്കൊടുക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. നോർമലി അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി 6 മാസമാണ്. അപ്പം സെക്ഷൻ 88A പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസർ ഓൺ ഡിഫോൾട്ട് ഓർ നെഗ്ലിജൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സെക്ഷൻ 88B പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ഓൺ ഫെയിലർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അതുപോലെ 88C സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ചെയർമാൻ്റെ റിമൂവലാണ് പറയുന്നത്. സെക്ഷൻ 88C ഡീൽസ് വിത്ത് റിമൂവൽ ഓഫ് ചെയർമാൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സെക്ഷൻ 89 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സംസ്ഥാന സഹകരണ യൂണിയൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റാണ് സെക്ഷൻ 89 പറയുന്നത്. ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഗവൺമെൻറ്റാണ് സംസ്ഥാന സഹകരണ യൂണിയൻ രൂപീകരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സെക്രട്ടറി, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി അഡീഷണൽ രജിസ്ട്രാറാണ്. സെക്ഷൻ 89 ഡീൽസ് വിത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അടുത്തത് സെക്ഷൻ 90 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും സംസ്ഥാന സഹകരണ യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. അതാണ് സെക്ഷൻ 90 പറയുന്നത്. സെക്ഷൻ 91 ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സംസ്ഥാന സഹകരണ യൂണിയൻ്റെ ഫങ്ഷൻസ് പറയുന്നത് സെക്ഷൻ 91. SCUവിനെ കുറിച്ച് പറയുന്നത് 89 ഫങ്ഷൻസ് പറയുന്നത് സെക്ഷൻ 91.
സെക്ഷൻ 92 അസസ് ലയബിലിറ്റീസ് എക്സെട്ര ഓഫ് റീജിയണൽ യൂണിയൻ. റീജിയണൽ യൂണിയൻ്റെ ആസ്തികളും ബാധ്യതകളും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ കുറിച്ചാണ് സെക്ഷൻ 92 പറയുന്നത്. സെക്ഷൻ 93 അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, സംസ്ഥാന സഹകരണ യൂണിയൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ കുറിച്ചൊക്കെയാണ് സെക്ഷൻ 93 പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ 14 നമ്മൾ നോക്കിക്കഴിഞ്ഞത്. 88 മുതൽ 93 വരെയുള്ള സെക്ഷൻസാണ് ചാപ്റ്റർ 14 വരുന്നത്. അടുത്തത് ചാപ്റ്റർ 15 ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. 94 95 സെക്ഷൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സെക്ഷൻ 15 പറയുന്നത് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. അതിൽ സെക്ഷൻ 94 പലതരത്തിലുള്ള ഒഫൻസസിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 95 കൊഗ്നിസൻസ് ഓഫ് ഒഫൻസ്, കുറ്റങ്ങളുടെ വിചാരണാധികാരം. കൊഗ്നിസൻസ് ഓഫ് ഒഫൻസസ് പറയുന്നത് സെക്ഷൻ 95. സെക്ഷൻ 95A ഒഫൻസസ് ബൈ കമ്പനീസ്. സെക്ഷൻ 95A ഡീൽസ് വിത്ത് ഒഫൻസസ് ബൈ കമ്പനീസ്. അടുത്തത് ചാപ്റ്റർ 16 96 മുതൽ 110 വരെയുള്ള സെക്ഷൻസാണ് 16ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. 16ാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് മിസലേനിയസ്. ചാപ്റ്റർ 16 മിസലേനിയസ്. സെക്ഷൻ 96 അഡ്രസ് ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അത് രജിസ്ട്രാറെ രേഖാമൂലം അറിയിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 96 പറയുന്നത്. സെക്ഷൻ 96 അഡ്രസ് ഓഫ് എ സൊസൈറ്റി. സെക്ഷൻ 97 കോപ്പി ഓഫ് ആക്ട്, റൂൾസ് ആൻഡ് ബൈലോസ് ടു ബി ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ. സഹകരണ നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും പകർപ്പുകൾ സൂക്ഷിക്കലും പരിശോധനയും ഇതൊക്കെയാണ് 97 പ്രതിപാദിക്കുന്നത്. കോപ്പി ഓഫ് ആക്ട്, റൂൾസ് ആൻഡ് ബൈലോസ് ടു ബി ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ. സെക്ഷൻ 98 ട്രിബ്യൂണൽ, രജിസ്ട്രാർ എക്സെട്ര ടു ഹാവ് സെർട്ടൻ പവേഴ്സ് ഓഫ് സിവിൽ കോർട്ട്. ട്രിബ്യൂണലിനും രജിസ്ട്രാർക്ക്, ആർബിട്രേറ്ററിന്, ലിക്വിഡേറ്റർക്കൊക്കെ ചില കാര്യങ്ങളിൽ സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കുന്നതാണെന്ന് പറയുന്നത് സെക്ഷൻ 98. സെക്ഷൻ 98 ഡീൽസ് വിത്ത് ട്രിബ്യൂണൽ, രജിസ്ട്രാർ എക്സെട്ര ടു ഹാവ് സെർട്ടൻ പവേഴ്സ് ഓഫ് സിവിൽ കോർട്ട്. സെക്ഷൻ 99 ഓർഡേഴ്സ് ടു ബി പ്രൊനൗൺസ്ഡ്. ഉത്തരവുകൾ പ്രസ്താവിക്കപ്പെടണം. രജിസ്ട്രാറുടെയോ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെയോ ലിക്വിഡേറ്ററുടെയോ ആർബിട്രേറ്ററുടെയോ ഒക്കെ നിയമത്തിന് വിധേയമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നൽകേണ്ടതാണ്, അവരെ അറിയിക്കേണ്ടതാണ്. അതാണ് സെക്ഷൻ 99 പറയുന്നത്. ഓർഡേഴ്സ് ടു ബി പ്രൊനൗൺസ്ഡ്. സെക്ഷൻ 100 ബാർ ഓഫ് ജൂരിസ്ഡിക്ഷൻ ഓഫ് കോർട്ട്. ബാർ ഓഫ് ജൂരിസ്ഡിക്ഷൻ ഓഫ് കോർട്ട്. ഇതിൽ പറയുന്നത് സഹകരണ നിയമപ്രകാരം നടത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ തടയുന്നതിനോ വിചാരണ ചെയ്യുന്നതിനോ ഉള്ള അധികാരം സിവിൽ കോർട്ടിനോ അല്ലെങ്കിൽ റവന്യൂ കോർട്ടിനോ ഉണ്ടായിരിക്കുന്നതല്ല. ഇതാണ് ബാർ ഓഫ് ജൂരിസ്ഡിക്ഷൻ ഓഫ് കോർട്ട് എന്ന 100ാമത്തെ സെക്ഷനിൽ പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 100 ബാർ ഓഫ് ജൂരിസ്ഡിക്ഷൻ ഓഫ് കോർട്ട്. സെക്ഷൻ 101 പവർ ടു എക്സംപ്റ്റ് സൊസൈറ്റീസ്. പവർ ടു എക്സംപ്റ്റ് സൊസൈറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പൊതു നന്മയ്ക്ക് വേണ്ടി പ്രത്യേക ഉത്തരവ് പ്രകാരം സഹകരണ നിയമത്തിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥകളിൽ നിന്ന് ഏതെങ്കിലും സംഘത്തെയോ അല്ലെങ്കിൽ സംഘ വിഭാഗങ്ങളെയോ ഒഴിവാക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. അതാണ് സെക്ഷൻ 101 പറയുന്നത്. പവർ ടു എക്സംപ്റ്റ് സൊസൈറ്റീസ്. സെക്ഷൻ 102 രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ, പേര് വിവരങ്ങൾ, അവർ എക്സ്പെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പെലായ ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു രജിസ്റ്ററിൽ സൂക്ഷിക്കണം. അതാണ് സെക്ഷൻ 102 പറയുന്ന രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അടുത്തത് സെക്ഷൻ 103 പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ സൊസൈറ്റീസ് ബുക്ക്. സെക്ഷൻ 103 ഡീൽസ് വിത്ത് പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ സൊസൈറ്റീസ് ബുക്ക്. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ് സംബന്ധമായ ഇടപാടുകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കുകയും പ്രസിഡൻറ്റോ സെക്രട്ടറിയോ കൂടാതെ 2 ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും സാക്ഷ്യപ്പെടുത്തുകയും വേണം. കൃത്യമായി സാക്ഷ്യപ്പെടുത്തുകയും വേണം. ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയ ബുക്സ് ആൻഡ് റെക്കോർഡുകൾ ഒരു തെളിവായി പരിഗണിക്കപ്പെടാവുന്നതാണ് എന്നാണ് സെക്ഷൻ 103 പറയുന്നത്. സെക്ഷൻ 103 പറയുന്നത് കൃത്യമായി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ബുക്സ് ആൻഡ് റെക്കോർഡുകൾ ഒരു തെളിവായി പരിഗണിക്കപ്പെടാവുന്നതാണ് എന്നാണ്. സെക്ഷൻ 104 സർവീസ് ഓഫ് നോട്ടീസ്. സെക്ഷൻ 104 പറയുന്നു സർവീസ് ഓഫ് നോട്ടീസ്.
കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം പുറപ്പെടുവിക്കുന്ന നോട്ടീസുകളും ഉത്തരവുകളും ഏത് വ്യക്തിക്കാണോ നൽകേണ്ടത് ആ വ്യക്തിക്ക് അവസാനം അറിവായിട്ടുള്ള അവരുടെ താമസ സ്ഥലത്തെയോ ബിസിനസ് സ്ഥലത്തെയോ ശരിയായ മേൽവിലാസത്തിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കേണ്ടതാണ്. ഇതാണ് സർവീസ് ഓഫ് നോട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 104 പറയുന്നു സർവീസ് ഓഫ് നോട്ടീസ്. KCS ആക്ട് പ്രകാരം പുറപ്പെടുവിക്കുന്ന നോട്ടീസുകളും ഉത്തരവുകളും ഏത് വ്യക്തിക്കാണോ നൽകേണ്ടത് അവർക്ക് അവസാനം അറിവായിട്ടുള്ള അവരുടെ താമസ സ്ഥലത്തെയോ ബിസിനസ് സ്ഥലത്തെയോ ശരിയായ മേൽവിലാസത്തിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കേണ്ടതാണ്. ആണ് സെക്ഷൻ 104 സർവീസ് ഓഫ് നോട്ടീസ്. അടുത്തത് സെക്ഷൻ 105 ആക്ട് ഓഫ് സൊസൈറ്റീസ് നോട്ട് ടു ബി ഇൻവാലിഡേറ്റഡ് ബൈ സെർട്ടൺ ഡിഫക്ട്സ്. സെക്ഷൻ 105 പറയുന്നു ആക്ട് ഓഫ് സൊസൈറ്റീസ് നോട്ട് ടു ബി ഇൻവാലിഡേറ്റഡ് ബൈ സെർട്ടൺ ഡിഫക്ട്സ്. ഈ ഒരു സെക്ഷനിൽ പ്രതിപാദിക്കുന്നത് സംഘത്തിൻ്റെ ജീവനക്കാരോ അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സോ ചെയ്യുന്ന ചില ന്യൂനതകൾ കൊണ്ട് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുന്നതല്ല എന്നാണ്. സംഘത്തിലെ ജീവനക്കാരോ അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സോ ചെയ്യുന്ന ന്യൂനതകൾ സംഘത്തിൻ്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നില്ല എന്നാണ് സെക്ഷൻ 105 പറയുന്നത്. ആക്ട് ഓഫ് സൊസൈറ്റീസ് നോട്ട് ടു ബി ഇൻവാലിഡേറ്റഡ് ബൈ സെർട്ടൺ ഡിഫക്റ്റ്. അടുത്ത സെക്ഷൻ 106 ആണ്. ഇമ്മ്യൂണിറ്റി ഫോർ ആക്ട്സ് ഡൺ ഓർ പർപ്പോർട്ടിംഗ് ടു ബി ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. സെക്ഷൻ 106 ഡീൽസ് വിത്ത് immunity for acts done or purporting to be done in good faith. KCS ആക്ട് ആൻഡ് റൂൾസ് അനുസരിച്ച് ബൈലോയ്ക്ക് വിധേയമായി ഏതെങ്കിലും ഒരു ഓഫീസറോ കമ്മിറ്റി മെമ്പേഴ്സോ ഗവൺമെൻറ്റോ സംഘത്തിൻ്റെയും പൊതുജനത്തിൻ്റെയും നന്മയ്ക്കായി ശരിയാണെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നതാണ് എന്നാണ് ഈ ഒരു സെക്ഷനിൽ പ്രതിപാദിക്കുന്നത്. KCS ആക്ട് അല്ലെങ്കിൽ റൂൾസ് അനുസരിച്ച് ബൈലോയ്ക്ക് വിധേയമായി ഏതെങ്കിലും ഒരു ഓഫീസർ അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സ് ഗവൺമെൻറ് സംഘത്തിൻ്റെയും പൊതുജനങ്ങളുടെയും നന്മയ്ക്കായി ശരിയാണെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നതാണ്. അതാണ് KCS ആക്ടിൻ്റെ സെക്ഷൻ 106 പറയുന്നത്. സെക്ഷൻ 107 കമ്പനീസ് ആക്ട് നോട്ട് ടു അപ്ലൈ. സെക്ഷൻ 107 കമ്പനീസ് ആക്ട് നോട്ട് ടു അപ്ലൈ. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് 1956 കമ്പനീസ് ആക്ടിൻ്റെ ഏതെങ്കിലും വകുപ്പുകൾ സഹകരണ സംഘത്തിൽ പ്രയോഗിക്കാവുന്നതല്ല എന്നാണ്. 1956 കമ്പനീസ് ആക്ടിൻ്റെ ഏതെങ്കിലും വകുപ്പുകൾ സഹകരണ സംഘത്തിൽ പ്രയോഗിക്കാവുന്നതല്ല. കമ്പനീസ് ആക്ട് നോട്ട് ടു അപ്ലൈ. ഇത് പറയുന്നത് സെക്ഷൻ 107 സെക്ഷൻ 108 ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഓഫീസർ. ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഓഫീസർ. DCIക്കോ രജിസ്ട്രാർക്കോ വിജിലൻസ് ഓഫീസർക്കോ ഒക്കെ എന്തെങ്കിലും പോലീസിൻ്റെ സഹായം ആവശ്യമായിട്ട് വന്നാൽ അത് പോലീസ് ഓഫീസർ ചെയ്തു നൽകേണ്ടതാണ്. അവർക്ക് ആ സഹായം ചെയ്തു നൽകേണ്ടതാണ് എന്നാണ് സെക്ഷൻ 108 പറയുന്നത്. ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഓഫീസർ. സെക്ഷൻ 109 പവർ ടു മേക്ക് ദ റൂൾസ്. സെക്ഷൻ 109 പവർ ടു മേക്ക് റൂൾസ്. ഈ ഒരു സെക്ഷൻ പ്രകാരമാണ് ഗവൺമെൻറ് ചട്ടങ്ങൾ നിർമ്മിക്കുന്നത്. ചട്ട നിർമ്മിതിക്കുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 109 പവർ ടു മേക്ക് ദ റൂൾസ്. സെക്ഷൻ 110 റിപ്പീൽ ആൻഡ് സേവിങ്സ്. സെക്ഷൻ 110 റിപ്പീൽ ആൻഡ് സേവിങ്സ്. റദ്ദ് ചെയ്യലും ഉദ്ധരിക്കലും. അതായത് സെക്ഷൻ 110 പ്രകാരം ഈ നിയമങ്ങൾ റദ്ദ് ചെയ്തതായി കണക്കാക്കുന്നു. ഏത് നിയമങ്ങൾ? 1932 മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും 1951 ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും. ഈ രണ്ട് നിയമങ്ങളായിരുന്നു കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് കേരളത്തിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നത്. 1932 മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും 1951 ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും. 1969 KCS ആക്ട് നിലവിൽ വന്നതോടുകൂടി ഈ രണ്ട് നിയമങ്ങളും റദ്ദ് ചെയ്തു. ഇതാണ് സെക്ഷൻ 110 പറയുന്നത് റിപ്പീൽ ആൻഡ് സേവിങ്സ്. 1969 കേരള സഹകരണ നിയമത്തിന് 16 ചാപ്റ്ററുകളും 110 സെക്ഷൻസുമാണുള്ളത്. ഈ 110 സെക്ഷൻസാണ് നമ്മൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞത്. പലരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.